നമസ്കാരം. സിറ്റി ചാനൽ ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കാസർഗോഡ് ജനറൽ ആശുപത്രി ഇനി മെഡിക്കൽ കോളേജ്. ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രി എന്ന് മാറ്റി സർക്കാർ ഉത്തരവ്. ഭിന്നിപ്പ് കൊണ്ട് നാം എന്ത് നേടിയെന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചിന്തിക്കേണ്ട സമയമായെന്ന CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. രാവണേശ്വരം പി കൃഷ്ണപിള്ള മന്ദിരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. IMA കാഞ്ഞങ്ങാടിന്റെ ആഭിമുഖ്യത്തിൽ ക്രിസ്മസ് പുതുവത്സരാഘോഷം സംഘടിപ്പിച്ചു. വിവിധ കലാപരിപാടികളും അരങ്ങേറി. എരുമക്കുളത്ത് കാർ നിയന്ത്രണം വിട്ട് മതിലിൽ ഇടിച്ച് യുവാവ് മരിച്ചു. പണാംകോട് കോടോത്ത് സ്വദേശി ബി ഷഫീഖാണ് മരിച്ചത്. കാസർഗോഡ് CPCRIയിൽ സംഘടിപ്പിക്കുന്ന സെമിനാറിന് വെള്ളിയാഴ്ച തുടക്കമാവും. ഒരുക്കങ്ങൾ പൂർത്തിയായി. കാഞ്ഞങ്ങാട് പ്രസ് ഫോറം പുതുവത്സരാഘോഷം സംഘടിപ്പിച്ചു. ഹോസ്റ്റൽ CI അജിത് കുമാർ ഉദ്ഘാടനം ചെയ്തു. വടക്കേ കോളയത്ത് കുടുംബ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ മഹാകുടുംബ സംഗമം ജനുവരി 4-ന് പടന്ന ഫിഷ് കൗണ്ടിൽ നടക്കും. രാജ്മോഹൻ ഉണ്ണിത്താൻ MP ഉദ്ഘാടനം ചെയ്യും. JCI കാഞ്ഞങ്ങാടിന്റെ പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണ ചടങ്ങ് വ്യാഴാഴ്ച നടക്കും. ആനന്ദാശ്രമം ലയൺസ് ക്ലബ് ഓഡിറ്റോറിയത്തിലാണ് പരിപാടി. വാർത്തകൾ വിശദമായി. കാസർഗോഡ് ജനറൽ ആശുപത്രി ഇനി മെഡിക്കൽ കോളേജ്. ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രി എന്ന് മാറ്റി സർക്കാർ ഉത്തരവ്. കാസർഗോഡ് ജനറൽ ആശുപത്രിയുടെ നിലവിലെ സൗകര്യങ്ങൾ പൂർണ്ണമായും സർക്കാർ മെഡിക്കൽ കോളേജിന്റെ ഭാഗമാകുമെന്ന് അഡീഷണൽ ചീഫ് സെക്രട്ടറിയുടെ ഉത്തരവിൽ പറയുന്നു. ജനറൽ ആശുപത്രിയിലെ ഹെൽത്ത് സർവീസസ് ഡയറക്ടർ മുതൽ എല്ലാ ഡോക്ടർമാരും ഡെപ്യൂട്ടേഷനിൽ ജോലിയിൽ തുടരും. കാസർഗോഡ് അനുവദിച്ച മെഡിക്കൽ കോളേജിന്റെ കെട്ടിടം പണി ഉക്കിനടുക്കയിൽ പുരോഗമിക്കുകയാണ്. ഇവിടെ MBBS കോഴ്സ് ആരംഭിക്കാൻ 220 കിടക്കകളുള്ള ആശുപത്രി 3 വർഷത്തെ കിടത്തി ചികിത്സാ പ്രവർത്തന പരിചയം തുടങ്ങിയ മാനദണ്ഡങ്ങൾ പാലിക്കേണ്ടതുണ്ട്. അതേസമയം ഉക്കിനടുക്കയിൽ ആശുപത്രിയുടെ കെട്ടിട നിർമ്മാണം നിലച്ചിട്ട് മാസങ്ങളായി. 2025-26 മെഡിക്കൽ കോളേജിൽ 50 വിദ്യാർത്ഥികൾക്ക് MBBS പ്രവേശനം നൽകുന്നതിനുള്ള നടപടിക്രമങ്ങൾ നടക്കുന്നുണ്ട്. മെഡിക്കൽ കമ്മീഷന്റെ പരിശോധനയ്ക്ക് ശേഷമേ ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനമുണ്ടാകൂ. ഉക്കിനടുക്കയിൽ കെട്ടിടം പണി പൂർത്തിയായാൽ മെഡിക്കൽ കോളേജ് ആശുപത്രി അവിടേക്ക് മാറ്റും. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ഭിന്നിപ്പ് കൊണ്ട് നാം എന്ത് നേടിയെന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചിന്തിക്കേണ്ട സമയമായെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. CPI രാവണേശ്വരം 1-ാം ബ്രാഞ്ചിനു വേണ്ടി നിർമ്മിച്ച പി കൃഷ്ണപിള്ള മന്ദിരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് നിരക്കാത്ത ഒരുപാട് പ്രവണതകൾ തലപൊക്കിയിട്ടുണ്ട്. പണത്തിനോടുള്ള ആർത്തിമുത്താൽ കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളും സ്വന്തം കർത്തവ്യങ്ങളും മറന്നുപോകുമെന്നും ബിനോയ് വിശ്വം പറഞ്ഞു. എങ്ങനെയും പണമുണ്ടാക്കിയാൽ മാത്രം മതി, ആ നാണക്കേട് എല്ലാം പണം മാറ്റിക്കൊള്ളുമെന്ന പഴഞ്ചൊല്ല് പുതിയ കാലത്തിന്റെ നീതിശാസ്ത്രമായി മാറിയിരിക്കുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പക്ഷേ പലവിധ കാരണങ്ങളാൽ നമ്മുടെ എല്ലാ പാർട്ടികളും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് നിരക്കാത്ത ഒരുപാട് പ്രവണതകൾ തലപൊക്കിയിട്ടുണ്ട്. ശത്രുവർഗം ഒളിച്ചു നടത്തിയ അത്ര പ്രവണത പലതും അന്യവർഗവാസനയാണ്. പാർട്ടിക്കകത്ത് മൂല്യങ്ങളെപ്പറ്റി പറയുമ്പോൾ നാം അതേപ്പറ്റി പറയുന്നുണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കഴിഞ്ഞ സംസ്ഥാന കൗൺസിൽ യോഗം പാർട്ടിയുടെ പെരുമാറ്റച്ചട്ടം വീണ്ടും പുതുക്കി. പള്ളിയുള്ള ഒന്നാണത്, അത് വീണ്ടും പുതുക്കി. ആ പുതുക്കിയ പെരുമാറ്റച്ചട്ടം CPIക്കാരോട് പറഞ്ഞു, എന്തെല്ലാം നിങ്ങൾക്ക് പാടില്ല, എന്തെല്ലാം നിങ്ങൾക്ക് ചെയ്യാമെന്ന് പറയുന്നുണ്ട്. ചില കാര്യങ്ങൾ പാടില്ല കമ്മ്യൂണിസ്റ്റുകാർക്ക്. ആ പാടില്ലാത്തവർ ഒന്ന് ആർത്തിയാണ്. പണത്തിന് വേണ്ടിയുള്ള ആർത്തി. ആ ആർത്തി മൂത്താൽ ഒരു കമ്മ്യൂണിസ്റ്റ് സ്വന്തം കർത്തവ്യങ്ങൾ മറന്നുപോകും. പണത്തിന് മുമ്പിൽ അവർ കവാത്ത് മറന്നുപോകും. പണക്കാരെ കാണുമ്പോൾ മുട്ടുകൂട്ടി ഇടിക്കും. അവർക്ക് വേണ്ടി വഴിതെറ്റ് സഞ്ചരിക്കും. പലവിധ തെറ്റുകളിലേക്ക് നയിക്കുമെന്ന് CPI സംസ്ഥാന കൗൺസിൽ അസിസ്റ്റന്റ് സെക്രട്ടറി E ചന്ദ്രശേഖരൻ MLA പി കൃഷ്ണപിള്ളയുടെ ഫോട്ടോ അനാച്ഛാദനം ചെയ്തു. കൃഷ്ണപിള്ളയെ കുറിച്ച് അദ്ദേഹം അനുസ്മരിച്ചു. കയ്യൂർ സഖാക്കളെ കുറിച്ച് അനുസ്മരിച്ചു. ധീരോദാത്തമായ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ഇന്നലകളിലെ
പോരാട്ടങ്ങളുടെ ചരിത്രം സംക്ഷിപ്തമായി അദ്ദേഹം നമ്മളെ ഓർമ്മിപ്പിക്കാൻ ശ്രമിച്ചു. ഇന്നത്തെ കാലഘട്ടത്തിൽ ഇന്ത്യയിലെ ഭരണാധികാരി വർഗത്തിൻ്റെ സമീപനവും അവർ ഈ രാജ്യത്ത് നടത്തിക്കൊണ്ടിരിക്കുന്ന പൊള്ളയായ പ്രചരണങ്ങളെ സംബന്ധിച്ചുള്ള ചില കാര്യങ്ങൾ ഉൾപ്പെടെ അദ്ദേഹം ഇവിടെ വിശദീകരിക്കുകയുണ്ടായി. ഇവിടെ നേരത്തെ അദ്ദേഹം തന്നെ സൂചിപ്പിച്ച പോലെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇപ്പോഴും പോകേണ്ടതുണ്ട്. കെ വി കൃഷ്ണൻ അധ്യക്ഷനായി. മുതിർന്ന പാർട്ടി പ്രവർത്തകരായ കെ കണ്ണൻ, ടി കുഞ്ഞിക്കണ്ണൻ, കെ ദാമോദരൻ, സി നാരായണിയമ്മ എന്നിവരെ സിപിഐ ജില്ലാ കൌൺസിൽ സെക്രട്ടറി സി പി ബാബു ആദരിച്ചു. ബംഗളം കുഞ്ഞികൃഷ്ണൻ, അഡ്വക്കേറ്റ് ഗോവിന്ദൻ പള്ളിക്കാപ്പിൽ, എൻ ബാലകൃഷ്ണൻ, കരുണാകരൻ കുന്നത്ത്, എ തമ്പാൻ, ഗംഗാധരൻ പള്ളിക്കാപ്പിൽ, പി മിനി, എം മുരളീധരൻ, പി ജിജീഷ് എന്നിവർ സംസാരിച്ചു. നിർമ്മാണ കമ്മിറ്റി ചെയർമാൻ എ ബാലൻ സ്വാഗതവും കൺവീനർ ബി പ്രജീഷ് നന്ദിയും പറഞ്ഞു. പി കൃഷ്ണപിള്ള മന്ദിര പരിസരത്ത് സിപിഐയുടെ പതാക കെ കണ്ണനും, AITUC-യുടെ പതാക ടി കുഞ്ഞിക്കണ്ണനും, AIYF-ന്റെ പതാക രാകേഷും ഉയർത്തി. ഉദ്ഘാടന പരിപാടികൾക്ക് മുന്നോടിയായി രാവണേശ്വരം സ്കൂൾ കവാട പരിസരത്തു നിന്നും ബിനോയ് വിശ്വത്തെ സ്വീകരിച്ചുകൊണ്ട് ബാൻഡ് മേളത്തിന്റെ അകമ്പടിയോടുകൂടി ഘോഷയാത്രയും നടത്തി. തുടർന്ന് നാട്ടുതനിമയുടെ രംഗാവിഷ്കരണവുമായി സമദർശിനി കണ്ണൂർ അവതരിപ്പിച്ച വലത്താളം നാടൻ കലാമേളയും അരങ്ങേറി. ന്യൂസ് ബ്യൂറോ, രാവണേശ്വരം. IMA കാഞ്ഞങ്ങാടിന്റെ ആഭിമുഖ്യത്തിൽ ക്രിസ്മസ് പുതുവത്സരാഘോഷം സംഘടിപ്പിച്ചു. വിവിധ കലാപരിപാടികളും അരങ്ങേറി. IMA കാഞ്ഞങ്ങാടിന്റെ ആഭിമുഖ്യത്തിൽ ക്രിസ്തുമസ് പുതുവത്സരാഘോഷം സംഘടിപ്പിച്ചു. മാവുങ്കാലിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ 100ഓളം ഡോക്ടർമാരും 150ഓളം കുടുംബാംഗങ്ങളും പങ്കെടുത്തു. കാഞ്ഞങ്ങാട് IMA പ്രസിഡന്റ് ഡോക്ടർ ശശിധര റാവു സ്വാഗതം പറഞ്ഞു. സീനിയർ ഡോക്ടർ ട്രീസിയാമ്മ ക്രിസ്തുമസ് ന്യൂ ഇയർ സന്ദേശം നൽകി. Christmas celebrations are all about the birth of Jesus Christ in Bethlehem, and all about the remembrance of the birth of Christ. Christmas is a festival which is celebrated all over the world. IMA-യിലെ പ്രവർത്തനങ്ങൾക്ക് ഡോക്ടർ ഷർമിനയ്ക്ക് IMA കാഞ്ഞങ്ങാടിന്റെ ആദ്യ വനിതാ പ്രസിഡന്റായ ഡോക്ടർ ശശിരേഖ IMA-യുടെ പുരസ്കാരം സമ്മാനിച്ചു. മ്യൂസിക്കൽ ബാൻഡ്, DJ ഡാൻസ്, കുട്ടികളുടെയും കുടുംബാംഗങ്ങളുടെയും വിവിധ കലാപരിപാടികൾ തുടങ്ങിയവ ആഘോഷത്തിന് മാറ്റുകൂട്ടി. പ്രോഗ്രാം കമ്മിറ്റി അംഗങ്ങളായ ഡോക്ടർ മുഹമ്മദ് റിയാസ്, ഡോക്ടർ ഷർമീന, ഡോക്ടർ അഭിലാഷ്, ഡോക്ടർ വിനോദ് എന്നിവർ നേതൃത്വം നൽകി. കാഞ്ഞങ്ങാട് IMA സെക്രട്ടറി ഡോക്ടർ കണ്ണൻ ചടങ്ങിന് നന്ദി അറിയിച്ച് സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കാസർഗോഡ് എരുമക്കുളത്ത് കാർ നിയന്ത്രണം വിട്ട് മതിലിലിടിച്ച് യുവാവ് മരിച്ചു. പണാംകോട് കോടോത്ത് സ്വദേശി ബി ഷഫീഖാണ് മരിച്ചത്. നിയന്ത്രണം വിട്ട കാർ മതിലിനിടിച്ചുണ്ടായ അപകടത്തിൽ യുവാവായ ലോറി ഡ്രൈവർ മരിച്ചു. കോടോം ഉദയപുരം പണാങ്കോട്ടെ ഷഫീഖാണ് മരിച്ചത്. കഴിഞ്ഞ ദിവസം രാത്രിയോടെ ഉദയപുരത്തു നിന്നും ഒടിയംചാലിലേക്ക് വരുന്നതിനിടയിൽ ഉദയപുരം ക്ലബിന് സമീപം നിയന്ത്രണം വിട്ട കാർ മതിലിനിടിക്കുകയായിരുന്നു. നാട്ടുകാർ പുടംകല്ല് താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. സുസ്ഥിര വികസനവുമായി ബന്ധപ്പെട്ട് കാസർഗോഡ് CPCRI-യിൽ സംഘടിപ്പിക്കുന്ന സെമിനാറിന് വെള്ളിയാഴ്ച തുടക്കമാവും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി CPCRI അധികൃതർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. സുസ്ഥിര വികസനത്തിന് ഇതര മേഖലയോടൊപ്പം തോട്ടവിളകളുടെ പ്രാധാന്യം കൂടി ബോധ്യപ്പെടുത്താൻ ദേശീയ സെമിനാറുമായി CPCRI. വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ CPCRI ക്യാമ്പസിൽ നടക്കുന്ന സെമിനാറിൽ തെരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികൾക്ക് പുറമെ പൊതുജനങ്ങൾക്കും പ്രവേശനം നൽകുമെന്ന് CPCRI ഡയറക്ടർ ഡോക്ടർ KB ഹെബ്ബാർ പറഞ്ഞു. CPCRI-യുടെ 109ാം സ്ഥാപക ദിനത്തോടനുബന്ധിച്ച് സംഘടിപ്പിക്കുന്ന സെമിനാർ 3 രാവിലെ 10 ICAR ഡയറക്ടർ ജനറൽ ഡോക്ടർ ഹിമാൻഷു പഥക് ഉദ്ഘാടനം ചെയ്യും. സംവാദം, പാനൽ ചർച്ച, പോസ്റ്റർ പ്രദർശനം, യുവ ഗവേഷക അവാർഡ് വിതരണവും പുതിയ കൃഷി വിജ്ഞാൻ കേന്ദ്രത്തിന്റെ തറക്കല്ലിടലും ഉണ്ടാകുമെന്നും CPCRI അധികൃതർ അറിയിച്ചു. On 3rd, 4th and 5th. So we are celebrating our foundation day on 5th January, that is Sunday. And to commemorate this event, we are having a national seminar, and also we are organizing an exhibition. And in addition to that, there are 3 trainings on coconut cultivation and coconut value addition and on
processing of cocoa for making chocolate. So there are 3 trainings. പ്രിൻസിപ്പൽ സയന്റിസ്റ്റ് ഡോക്ടർ സി തമ്പാൻ, ഡോക്ടർ വി നിരൽ, ശ്യാമപ്രസാദ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ഇനി ഒരു ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. Break the mold. Embrace your uniqueness. Unleash the extraordinary. Write your own story. One vow at a time. Celebrating Viva by Shobika Weddings. ചേലോടെ സ്വർണ്ണമഴയായി കണ്ണെഴുതി വിഴിയഴകായി കണ്ണേഴത്തിൻ പൊന്നിൻ വരവായി അണിഞ്ഞൊരുങ്ങി ദേവതയായി നീ മനം നിറഞ്ഞൊരു സ്വപ്നനായികയായി. പൊന്നിന്മേറ്റുള്ള വിശ്വാസം കാഞ്ഞങ്ങാടിന് സ്വർണ്ണത്തിളക്കം. ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ പഴയ സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും മികച്ച വിലയും കണ്ണെഴുത്തുക. പഴയ ബസ് സ്റ്റാൻഡിന് ഉൾവശം, കാഞ്ഞങ്ങാട്. സനാതന ആർട്സ് ആൻഡ് സയൻസ് കോളേജ്, കോട്ടപ്പാറ, കാഞ്ഞങ്ങാട്. വിദ്യാഭ്യാസ രംഗത്ത് ഉത്തര മലബാറിൽ അത്യുന്നതിയിലേക്ക് കുതിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനം സനാതന ആർട്സ് ആൻഡ് സയൻസ് കോളേജ്, അഫിലിയേറ്റഡ് ടു കണ്ണൂർ യൂണിവേഴ്സിറ്റി. ആധുനികവും അന്താരാഷ്ട്ര നിലവാരത്തിലുള്ളതുമായ മികച്ച ക്യാമ്പസ്, പരിചയസമ്പന്നരായ അധ്യാപകർ, മികച്ച ലൈബ്രറി, വാഹന സൗകര്യം എന്നിവ ഉറപ്പു നൽകുന്നു. വിശദ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക. സനാതന ആർട്സ് ആൻഡ് സയൻസ് കോളേജ്, കോട്ടപ്പാറ, കാഞ്ഞങ്ങാട്. ജൈവജില്ലയായ കാസർഗോഡിന്റെ സ്വന്തം ജൈവവളം ബയോപ്ലസ് മടിക്കൈ ജൈവവളം. കാസർഗോഡ് കൃഷി വിജ്ഞാന കേന്ദ്രത്തിന്റെ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് 100% ജൈവരീതിയിൽ തയ്യാറാക്കുന്ന ജൈവവളം. ജൈവ ഘടകങ്ങൾ കൃത്യമായ അളവിൽ ചേർത്ത് മാസങ്ങളോളം നീണ്ടു നിൽക്കുന്ന പ്രോസസ്സിംഗിലൂടെ തയ്യാറാക്കുന്ന വളം നിങ്ങളുടെ ഏത് കൃഷിക്കും അത്യുൽപാദന ശേഷി ഉറപ്പുതരുന്നു. കൂടാതെ ജീവാണുവളം ആവശ്യാനുസരണം തയ്യാറാക്കി നൽകുന്നു. കർഷകർക്കായി പ്രത്യേകം തയ്യാറാക്കുന്ന പച്ച കക്കപ്പൊടി, ചാണകപ്പൊടി, അത്യുൽപാദന ശേഷിയുള്ള തെങ്ങ്, കമുങ്ങ്, മാവ്, പ്ലാവ് തുടങ്ങിയ ഫലവൃക്ഷ തൈകൾ മിതമായ നിരക്കിൽ ലഭ്യമാക്കുന്നു. സ്വന്തം ഫാമിൽ തയ്യാറാക്കുന്ന നാടൻ തേനും ലഭ്യമാണ്. ഇനി നിങ്ങളുടെ കൃഷിയും 100 മേനി വിളയട്ടെ. ബയോപ്ലസ് മടിക്കൈ ജൈവവളം. കോൺടാക്ട് 8547977188, 8547349188. വിദഗ്ധ ഡെർമറ്റോളജിസ്റ്റുകളുടെ സേവനവുമായി ചർമ്മ സൗന്ദര്യ സംരക്ഷണത്തിനായുള്ള അതിനൂതന സാങ്കേതിക വിദ്യയോടുകൂടിയ സ്കിൻ, ഹെയർ ആൻഡ് ലേസർ സെന്റർ ഇനി കാഞ്ഞങ്ങാടിന് സ്വന്തം. നിങ്ങളുടെ ചർമ്മം, മുടി, നഖം എന്നിവയെ ബാധിക്കുന്ന എല്ലാത്തരം രോഗങ്ങൾക്കും ഒരു ശാശ്വത പരിഹാരം. പ്രൈം സ്കിൻ ക്ലിനിക്, നോർത്ത് കോട്ടച്ചേരി, കാഞ്ഞങ്ങാട്. ഹൈഡ്ര ഫേഷ്യൽ, മെഡി ഫേഷ്യൽ, ബോട്ടോക്സ് ഫില്ലർ, ത്രെഡ് ലിപ്സ്, സോറിയാസിസ്, വെള്ളപ്പാണ്ടിനുള്ള ചികിത്സ, മുഖക്കുരുവും കറുത്ത പാടുകളും മാറുന്നതിനുള്ള നൂതന സ്കിൻ പീലുകൾ, ഫേഷ്യൽ റെജുവിനേറ്റർ, മുഖത്തും ദേഹത്തുമുള്ള പാടുകൾക്കുള്ള ചികിത്സ, കാർബൺ പീൽ, ടാറ്റു റിമൂവൽ, മറുക്, അരിമ്പാറ, പാലുണ്ണി എന്നിവയ്ക്കുള്ള ചികിത്സ, ലേസർ ഹെയർ റിഡക്ഷൻ, മുടികൊഴിച്ചിലിനുള്ള ചികിത്സ എന്നിങ്ങനെ എല്ലാത്തരം ചികിത്സാ സൗകര്യവും ലഭ്യമായ കാസർഗോഡ് ജില്ലയിലെ ഏക സ്ഥാപനം പ്രൈം സ്കിൻ ക്ലിനിക്, നോർത്ത് കോട്ടച്ചേരി, നിയർ ഭീമ ജ്വല്ലറി, കാഞ്ഞങ്ങാട്. കോൺടാക്ട് നമ്പർ 9895413028. വാർത്തകൾ തുടരുന്നു. കാഞ്ഞങ്ങാട് പ്രസ് ഫോറം പുതുവത്സരാഘോഷം സംഘടിപ്പിച്ചു. ഹോസ്റ്റർ CI അജിത് കുമാർ ഉദ്ഘാടനം ചെയ്തു. വിവിധ പുരസ്കാരങ്ങൾ നേടിയ മാധ്യമ പ്രവർത്തകരെ ചടങ്ങിൽ വെച്ച് അനുമോദിച്ചു. കാഞ്ഞങ്ങാട് പ്രസ് ഫോറത്തിന്റെ നേതൃത്വത്തിൽ ആദര സമർപ്പണവും പുതുവർഷാഘോഷവും നടന്നു. ഹോസ്ദുർഗ് സർക്കിൾ ഇൻസ്പെക്ടർ P. അജിത് കുമാർ ഉദ്ഘാടനം ചെയ്തു. എന്നെ വിളിച്ചതിൽ ഞാൻ ആദ്യമായി സന്തോഷം അറിയിക്കുന്നു. പുതുവത്സരത്തിലെ ആദ്യത്തെ പ്രോഗ്രാമാണ്. പൊതുവെ രാഷ്ട്രീയക്കാരെ പോലെ പോലീസുകാരും വേദികളിൽ കയറി പ്രസംഗിക്കുന്ന ഒരു സാഹചര്യമുള്ള
സന്ദർഭത്തിലാണ് എനിക്ക് ഈ വർഷത്തെ ആദ്യത്തെ ഒരു പ്രോഗ്രാം നിങ്ങൾ തന്നത് എന്നുള്ളതുകൊണ്ട് തന്നെ വളരെ സന്തോഷം തോന്നുന്നു. എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. റഹ്നാസിൻ്റെ നാട്ടുകാരനാണ്. അടുത്ത പരിചയം എന്തെങ്കിലും കല്യാണത്തിന് വിളിച്ചിരുന്നു, പോകാൻ പറ്റിയിട്ട് അതിൽ ഈ വേദിയിൽ വെച്ച് ഞാൻ ക്ഷമ ചോദിക്കുന്നു. അതോടൊപ്പം പുതുവർഷം എന്നും നല്ലതായി തീരട്ടെ എന്നാണ് എല്ലാവരുടെയും പ്രാർത്ഥന. ഒരു പോലീസ് ഓഫീസർ എന്ന നിലയിൽ പുതുവർഷത്തിൽ മാത്രമല്ല എല്ലാ ദിവസവും രാവിലെ ഉറങ്ങിയിരിക്കുമ്പോൾ ഞങ്ങളുടെ പ്രാർത്ഥന ഇന്ന് പുതിയ കേസുകളൊന്നും ഇല്ലാതിരിക്കട്ടെ, പ്രശ്നങ്ങളൊന്നും ഇല്ലാതിരിക്കട്ടെ, സംഘർഷങ്ങൾ ഇല്ലാതിരിക്കട്ടെ, സമാധാനത്തോടെയുള്ള ഒരു അന്തരീക്ഷം എന്നും പ്രതീക്ഷിക്കുന്നവരാണ് പോലീസുകാരെങ്കിലും നേരിടുന്നത് മറ്റൊരു മുഖമാണ്. പുതിയ വർഷം നമുക്കും നിങ്ങൾക്കും എല്ലാവർക്കും വളരെ സന്തോഷപ്രദമായ രീതിയിൽ മുന്നോട്ട് പോകട്ടെ. സി രാജൻ പെരിയ ചടങ്ങിൽ വിശിഷ്ടാതിഥിയായിരുന്നു. പ്രസ് ഫോറം പ്രസിഡന്റ് ടി കെ നാരായണൻ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി ബാബു കോട്ടപ്പാറ സ്വാഗതം പറഞ്ഞു. വിവിധ പുരസ്കാരങ്ങൾ നേടിയ കെ വി ബൈജു, കെ എസ് ഹരി കുമ്പള, അനിൽ പുളിക്കാൽ, ടി കെ നാരായണൻ, ടി കെ പ്രഭാകരൻ, ഇ വി വിജയൻ ഉപ്പിലിക്കൈ എന്നിവരെ CI അജിത് കുമാർ ഉപഹാരം നൽകി ആദരിച്ചു. ഇ വി ജയകൃഷ്ണൻ, ടി മുഹമ്മദ് അസ്ലം, മാനുവൽ കുറിച്ചിത്താനം, എൻ ഗംഗാധരൻ, ജോയി മാരൂർ, പി പ്രവീൺ കുമാർ, കാവുങ്കൽ നാരായണൻ മാസ്റ്റർ, ഫസ്ലുർ റഹ്മാൻ എന്നിവർ സംസാരിച്ചു. തുടർന്ന് അംഗങ്ങൾക്ക് രാജൻ പെരിയ കേക്ക് വിതരണം ചെയ്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കാസർഗോഡ്, കണ്ണൂർ ജില്ലകളിലായി പടർന്നുകിടക്കുന്ന വടക്കേ കോളയത്ത് കുടുംബ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ മഹാകുടുംബ സംഗമം ജനുവരി 4-ന് പടന്ന ഫിഷ് കൗണ്ടിൽ നടക്കും. രാജ്മോഹൻ ഉണ്ണിത്താൻ MP മഹാസംഗമം ഉദ്ഘാടനം ചെയ്യുമെന്ന് കൂട്ടായ്മയുടെയും സംഘാടക സമിതിയുടെയും ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പുരാതനമായ വടക്കേ കോളയത്ത് കുടുംബങ്ങൾ ഒരുമിച്ച് പടന്ന കേന്ദ്രീകരിച്ച് രൂപം കൊണ്ട വടക്കേ കോളയത്ത് കുടുംബ കൂട്ടായ്മ കഴിഞ്ഞ 5 മാസത്തിനിടയിൽ വിവിധ പ്രാദേശിക കൂട്ടായ്മകൾ രൂപപ്പെടുത്തിയ ശേഷമാണ് കുടുംബസംഗമത്തിന് ഒരുക്കങ്ങൾ പൂർത്തീകരിച്ചത്. കുടുംബാംഗങ്ങളുടെ ചികിത്സ, വിദ്യാഭ്യാസം, ഭവന നിർമ്മാണം, തൊഴിൽ, വിവാഹ സഹായങ്ങൾ എന്നിവയ്ക്ക് കുടുംബസംഗമത്തിൽ രൂപം നൽകുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. കുടുംബത്തിന്റെ ഐക്യവും ഭദ്രതയോട് കൂടിയിട്ട് കഴിഞ്ഞ നൂറ്റാണ്ട് വരെ സുഖസുന്ദരമായി പോയിട്ടുണ്ടെങ്കിലും കുടുംബത്തിലെ കുടുംബങ്ങൾ വർദ്ധിച്ചു വന്നതിനാൽ പല പഞ്ചായത്തിലേക്കും പല സ്ഥലങ്ങളിലേക്കും ശേഖരിച്ചിട്ടുണ്ടെങ്കിലും അവരെയൊക്കെ ഒത്തുകൂടാനുള്ള തീരുമാനം കഴിഞ്ഞ 6 മാസം മുമ്പാണ് നാം ബഹുമാനപ്പെട്ട നമ്മുടെ കുടുംബത്തിൻ്റെ കാരണവരായ ഹനീഫാജി സാഹിബിൻ്റെ വീട്ടിൽ ഒത്തുകൂടി തീരുമാനിച്ചു. ജനുവരി 4-ന് പടന്ന ഫിഷ് കൗണ്ടിയിൽ നടക്കുന്ന മഹാകുടുംബ സംഗമത്തിൽ 2 ജില്ലകളിലുമായി താമസിക്കുന്ന 2000-ഓളം പേർ പങ്കെടുക്കും. മുംബൈ, വിദേശ രാഷ്ട്രങ്ങൾ എന്നിവിടങ്ങളിലെ ഭാരവാഹികളും സമ്മേളനത്തിനെത്തും. രാജ്മോഹൻ ഉണ്ണിത്താൻ MP മഹാസംഗമം ഉദ്ഘാടനം ചെയ്യും. M രാജഗോപാലൻ MLA മുഖ്യപ്രഭാഷണം നടത്തും. കുടുംബ കമ്മിറ്റി പ്രസിഡന്റ് VK ഹനീഫ ഹാജി അധ്യക്ഷത വഹിക്കും. കുടുംബാംഗങ്ങളുടെ വിവിധ കലാപരിപാടികളും നടക്കും. മത്സര വിജയികൾക്ക് സമ്മാന വിതരണവും നടക്കും. വാർത്താസമ്മേളനത്തിൽ VK ഹനീഫ ഹാജി, VK റഫീഖ് ഹാജി, VKC മുഹമ്മദ് ഹാജി, VK മുഹമ്മദ് അലി ഹാജി, VK ഖാലിദ്, VK ഇബ്രാഹിം, VK സൈനുദ്ദീൻ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. JCI കാഞ്ഞങ്ങാടിന്റെ പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണ ചടങ്ങ് വ്യാഴാഴ്ച നടക്കും. ആനന്ദാശ്രമം ലയൺസ് ക്ലബ് ഓഡിറ്റോറിയത്തിലാണ് പരിപാടി. JCI കാഞ്ഞങ്ങാടിന്റെ പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണ ചടങ്ങ് ജനുവരി 2-ന് ആനന്ദാശ്രമം ലയൺസ് ക്ലബ് ഫൗണ്ടേഷൻ ഓഡിറ്റോറിയത്തിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 2025 വർഷം ഒരു പുതിയ തുടക്കം കുറിക്കാൻ JCI കാഞ്ഞങ്ങാട് എന്ന വലിയൊരു പ്രസ്ഥാനത്തിന്റെ പ്രസിഡന്റ് എന്നുള്ള ചുമതല എന്നെ JCI ഏൽപ്പിച്ചിരിക്കുകയാണ്. നമുക്കറിയാം, പല മേഖലകളിലും നമ്മൾ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ട്. JCI എന്ന് പറയുന്ന ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഒരു യുവജന പ്രസ്ഥാനം. ഇൻഡിവിജ്വൽ ഡെവലപ്മെന്റിന് വേണ്ടി യുവാക്കളെ സെൽഫ് ഡെവലപ്മെന്റ് എത്രത്തോളം ബൂസ്റ്റ് ചെയ്ത് അവരെ സമൂഹത്തിന് മാതൃകയാക്കുന്ന തരത്തിൽ അവരെ മാറ്റിയെടുക്കുക എന്നുള്ള വലിയൊരു ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന സംഘടനയാണ് നമുക്കൊക്കെ അറിയുന്നത് പോലെ JCI. ലോകത്തിലെ ഏകദേശം 120ഓളം
രാജ്യങ്ങളിൽ 20 കോടിയിലധികം ആക്റ്റീവ് സിറ്റിസൺസ്, അതായത് 18 വയസ്സ് മുതൽ 40 വയസ്സ് വരെയുള്ള ആളുകളുടെ ഒരു കൂട്ടായ്മയാണ്, ഒരു നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷനാണ് ഈ പറയുന്ന ജൂനിയർ ചേംബർ ഇന്റർനാഷണൽ എന്ന് പറയുന്നത്. കേന്ദ്ര സർവകലാശാല വൈസ് ചാൻസലർ പ്രൊഫസർ വിൻസെന്റ് മാത്യു മുഖ്യാതിഥിയായി പങ്കെടുക്കും. മേഖലാ പ്രസിഡന്റ് ജിസിൽ ജിയൻ ചടങ്ങിൽ സംബന്ധിക്കും. പുതിയ പ്രസിഡന്റായി രതീഷ് അമ്പലത്തറ സ്ഥാനമേൽക്കും. ഡോക്ടർ രാഹുൽ ലേക്കെ സെക്രട്ടറിയായും വിഷ്ണുപ്രസാദ് ട്രഷററായും ചുമതലയേൽക്കും. വാർത്താ സമ്മേളനത്തിൽ രതീഷ് അമ്പലത്തറ, ചാന്ദേഷ് ചന്ദ്രൻ, രഞ്ജിത്ത് എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ലെൻസ്ഫെഡ് ബിൽഡ് എക്സ്പോ സമാപിച്ചു. 3 ദിവസങ്ങളിലായി കോവൽപ്പള്ളിയിലെ വൈറ്റ് ഹൌസ് ഗ്രൗണ്ടിലാണ് ബിൽഡ് എക്സ്പോ നടന്നത്. കോവൽപ്പള്ളിയിലെ വൈറ്റ് ഹൌസ് ഗ്രൗണ്ടിൽ ലെൻസ്ഫെഡ് കാസർഗോഡ് ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച ബിൽഡ് എക്സ്പോ 2024 സമാപിച്ചു. ആധുനിക കെട്ടിട നിർമ്മാണ രീതികളെ പരിചയപ്പെടുത്തുന്ന വിവിധ പരിപാടികളും നിർമ്മാണ മേഖലയുമായി ബന്ധപ്പെട്ടതും ജില്ലയുടെ സമഗ്ര വികസന കാഴ്ചപ്പാടുകളടക്കം ചർച്ചാ വിഷയമാക്കി 5 സെമിനാറുകൾ പ്രമുഖരെ പങ്കെടുപ്പിച്ചുകൊണ്ട് നടത്തി. സമാപന സമ്മേളനം CH കുഞ്ഞമ്പു MLA ഉദ്ഘാടനം ചെയ്തു. അതുപോലെ തന്നെ നിർമ്മാണത്തിൽ മറ്റൊന്ന് അതിന് നിയമങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നു. പലപ്പോഴും നമ്മൾ സംഭവിക്കുന്നത് നിർമ്മിക്കുന്നവരും എഞ്ചിനീയർമാരും നിയമം വേണ്ടത്ര പാലിക്കാതെ നിർമ്മിക്കുന്നു എന്നത് ഒരു വലിയ പ്രശ്നമായി കേരളത്തിൽ മാറിയിട്ടുണ്ട്. ഇപ്പോൾ ഗവൺമെൻറ് കർശനമാക്കി. ഇപ്പോൾ നെൽവയൽ തണ്ണീർത്തടം സംരക്ഷണ ബില്ലും നിയമവും വന്നു. അതോടുകൂടിയിട്ട് ഇവിടെയെല്ലാം നിർമ്മാണം പാടില്ല എന്നതിനെ സംബന്ധിച്ച് ക്ലാസിഫിക്കേഷൻ വന്നു. ജില്ലാ പ്രസിഡന്റ് CV വിനോദ് കുമാർ അധ്യക്ഷത വഹിച്ചു. E ചന്ദ്രശേഖരൻ MLA മുഖ്യാതിഥിയായി. ചടങ്ങിൽ ജില്ലയിലെ വ്യാപാര വ്യവസായ നിർമ്മാണ മേഖലയിലെ പ്രമുഖരായ K ദാമോദരൻ ആർക്കിടെക്ട്, ശ്രീകണ്ഠൻ നായർ, ഗോകുൽദാസ് കാമത്ത്, അബ്ദുൽ ഖാദർ കൂളിക്കാട് എന്നിവരെ ആദരിച്ചു. CS വിനോദ് കുമാർ, VV രമേശൻ, S പ്രീത, EP ഉണ്ണികൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. M വിജയൻ സ്വാഗതവും P രാജൻ നന്ദിയും പറഞ്ഞു. തുടർന്ന് കാസർഗോഡ് ആരഭി ക്ലാസിക്കിന്റെ സംഗീത നിശയും അരങ്ങേറി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. വേലാശ്വരം വിശ്വഭാരതി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് കാർഷിക സെമിനാർ സംഘടിപ്പിച്ചു. കർഷക സംഘം ജില്ലാ പ്രസിഡന്റ് K കുഞ്ഞിരാമൻ ഉദ്ഘാടനം ചെയ്തു. വേലാശ്വരം വിശ്വഭാരതി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് 60ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായാണ് കാർഷിക സെമിനാർ സംഘടിപ്പിച്ചത്. കർഷക സംഘം ജില്ലാ പ്രസിഡന്റ് K കുഞ്ഞിരാമൻ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ നാട്ടിലെ അധികാരിയും അതുപോലെ വളർന്ന അഭിവൃദ്ധി കലാ സാംസ്കാരിക സംഘടന നമ്മുടെ നാട്ടിൽ പ്രവർത്തിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് രാമേശ്വരം വിശ്വഭാരതി ക്ലബ്ബും 60 വർഷങ്ങൾക്ക് മുമ്പേ രൂപം കൊടുത്ത് പ്രവർത്തനം ആരംഭിച്ച് ഇപ്പോൾ 60ാം വാർഷികം വിവിധ പരിപാടികളോടെ നടത്തുന്നതിന് വേണ്ടി തീരുമാനിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇവിടെ കാർഷിക സെമിനാർ കൂടി നടത്താൻ തീരുമാനിച്ചു. അജാനൂർ കൃഷി ഓഫീസർ സന്തോഷ് കുമാർ ചാലിൽ മുഖ്യാതിഥിയായി. സീഡ് ഫാം കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ ഷിജോ KA വിഷയാവതരണം നടത്തി. കർഷക സംഘം ഏരിയ പ്രസിഡന്റ് P രാധാകൃഷ്ണൻ, CPIM ലോക്കൽ സെക്രട്ടറി P കൃഷ്ണൻ, ലോക്കൽ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് A ഗംഗാധരൻ എന്നിവർ സംസാരിച്ചു. KV ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. TP കുഞ്ഞികൃഷ്ണൻ സ്വാഗതവും AV നാരായണൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ഇനി ഒരു ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. എന്താ ഡോക്ടർ, എനിക്കിന്ന് ഡ്രൈവ് ചെയ്യാൻ പറ്റുമോ? ഓ, അതിനെന്താ, ഓഫ് കോഴ്സ്. കാഴ്ചയ്ക്കൊപ്പം കാഴ്ചപ്പാടും മാറുന്നു. ദി പയ്യന്നൂർ ഐ ഫൗണ്ടേഷൻ സൂപ്പർ സ്പെഷ്യാലിറ്റി ഐ ഹോസ്പിറ്റൽ, തളിപ്പറമ്പ്, കാഞ്ഞങ്ങാട്, പയ്യന്നൂർ. Congratulations for your timely good service. All of your good nurses. നിങ്ങളെപ്പോലെ സമർത്ഥരായ നഴ്സുമാരെയാണ് ഈ ഹോസ്പിറ്റലിന് ആവശ്യം. മറ്റുള്ളവരുടെ വേദനകൾ സ്വന്തം വേദനയായി മാറ്റിയെടുത്ത് അവരെ സാന്ത്വനിപ്പിക്കാൻ മനസ്സുള്ളവരാണ് നഴ്സുമാർ. നിങ്ങൾ ഓരോരുത്തർക്കും
ആ കഴിവ് ഞാൻ കാണുന്നു. നിങ്ങൾ പഠിച്ചത്, നിങ്ങളെ പഠിപ്പിച്ചത് യൂണിറ്റിയാണ്. ഞങ്ങളിപ്പോൾ അഭിമാനിക്കുന്നു, അതിലേറെ സന്തോഷിക്കുന്നു. ഞങ്ങൾക്ക് കിട്ടിയ ഈ അംഗീകാരം നമ്മുടെ യൂണിറ്റിക്ക് വേണ്ടി സമർപ്പിക്കുന്നു. യൂണിറ്റി സെന്റർ ഫോർ മെഡിക്കൽ ആൻഡ് കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ, കാഞ്ഞങ്ങാട്, കാസർഗോഡ് ജില്ല. മൻസൂർ ഹോസ്പിറ്റൽ 2 ദശാബ്ദക്കാലം ഉത്തര മലബാറിലെ ആരോഗ്യരംഗത്ത് പ്രൊഫഷണൽ എത്തിക്സിന്റെ മൂല്യങ്ങളുമായി ജനമനസ്സുകളുടെ ഹൃദയത്തുടിപ്പായി മാറിയ മൻസൂർ ഹോസ്പിറ്റൽ കൂടുതൽ സജ്ജീകരണങ്ങളുമായി എന്നും മുൻപന്തിയിൽ തന്നെ. വെൽ എക്സ്പീരിയൻസ്ഡ് ആൻഡ് ഹൈലി ക്വാളിഫൈഡ് ഡോക്ടേഴ്സ്, 100% ആരോഗ്യ സംരക്ഷണം ഉറപ്പുവരുത്തി അണുവിമുക്ത ഉപകരണങ്ങളുമായി അത്യാധുനിക പ്രസവ ബ്ലോക്ക്, ICU, നിയോനാറ്റൽ ICU, ലാബ്, മെഡിക്കൽ സ്റ്റോർ ആൻഡ് മോസ്റ്റ് മോഡേൺ ഓപ്പറേഷൻ തിയേറ്റർ. Fully furnished AC and non-AC rooms with affordable rate. സേവന തത്പരരും അർപ്പണ മനോഭാവമുള്ള കരുത്തുറ്റ മാനേജ്മെന്റ്. മൻസൂർ ഹോസ്പിറ്റൽ ആൻഡ് സ്കൂൾ ഓഫ് നഴ്സിംഗ്, കാഞ്ഞങ്ങാട്. ഫോൺ 0467220270. 7 lines. മൻസൂർ ഹോസ്പിറ്റൽ. ഡെഡിക്കേഷൻ, ഡിറ്റർമിനേഷൻ ആൻഡ് ഡിവിനിറ്റി. വിതരണ രംഗത്ത് വടക്കേ മലബാറിലെ ഏറ്റവും വലിയ ഷോറൂം മണി ഹോം നീഡ്സ്. വീട്ടമ്മമാരുടെ അഭിരുചിക്കിണങ്ങിയ വീട്ടുപകരണങ്ങളുടെ കലവറ. സ്റ്റീൽ, ഓട്, അലുമിനിയം പാത്രങ്ങൾ, മിക്സി, ഗ്രൈൻഡർ, ഓവൻ, കോക്കറി, നോൺ സ്റ്റിക്. വിദഗ്ധരായ തൊഴിലാളികൾ മെനഞ്ഞെടുത്ത ലക്ഷ്മി വിളക്ക്, ഉരുളി, നിലവിളക്ക്, കിണ്ടി, ക്ഷേത്രങ്ങളിൽ ആവശ്യമായ മണികൾ, പൂജാപാത്രങ്ങൾ, വലിയ വിളക്കുകൾ, കൂടാതെ വ്യാപാരികൾ, ആരാധനാലയങ്ങൾ, കല്യാണ മണ്ഡപങ്ങൾ, ഡിന്നർ സെറ്റ്, ഹോട്ടലുകൾ എന്നിവയ്ക്ക് ആവശ്യമായ വലിയ അലുമിനിയം പാത്രങ്ങളും ഗ്യാസ് സ്റ്റൗവുകളും ഹോൾസെയിൽ വിലയിൽ ലഭിക്കുന്ന കാഞ്ഞങ്ങാട്ടെ ഏറ്റവും വലിയ പുതിയ സ്ഥാപനം മണി ഹോം നീഡ്സ്. എന്റെ സ്വപ്നങ്ങളിൽ കൂടുതലും എന്റെ യാത്രകളെ കുറിച്ചുള്ളതായിരുന്നു. ഓരോ യാത്രകൾ കഴിയുമ്പോഴും തിരിച്ചു മടങ്ങണമെന്നുള്ള സങ്കടം എനിക്കില്ലായിരുന്നു. എന്തെന്നാൽ ഞാൻ തിരിച്ചെത്തുന്നത് എന്റെ സ്വർഗത്തിലേക്കാണ്, എന്റെ സ്വന്തം വീട്. ഈ വീടെന്ന സ്വപ്നത്തിന് ജീവൻ നൽകിയ ഒരിടമുണ്ട്. The master brain behind my dream. The magical bond between me and my home. D&G Furniture and Interiors, അതിനാൽ കാഞ്ഞങ്ങാട്. ആരത്? നസീമേ, ഇജ്ജ് കേറിവാ മോളെ. എല്ലാ പാപ്പക്ക് ഇത്രയും ദൂരമില്ലെല്ലാം കാണും. പിന്നെ കഴിഞ്ഞ 10 വർഷമായിട്ട് ഗ്രാൻഡ് ഒപ്റ്റിക്കൽസിലെ കണ്ണാടയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. എന്നെ ചെറുപ്പാക്കുന്നതും നിന്നെ വലുപ്പാക്കുന്നതും ഗ്രാൻഡ് ഒപ്റ്റിക്കൽസ്. നിങ്ങൾക്ക് പോയിക്കൂടെ ഗ്രാൻഡ് ഒപ്റ്റിക്കൽസിൽ? എന്റെ സെമീറ, ഞാനിത് ഇപ്പൊ തന്നെ പോലായി. നേത്ര ചികിത്സാ രംഗത്ത് നൂതന സാങ്കേതിക തികവുമായി കാഞ്ഞങ്ങാട് നഗരത്തിൽ 10 വർഷം പൂർത്തിയാക്കുന്നു ഗ്രാൻഡ് ഒപ്റ്റിക്കൽസ്. ഗ്രാൻഡ് ഒപ്റ്റിക്കൽസ്, ഓപ്പോസിറ്റ് ബിഗ് മാൾ, കാഞ്ഞങ്ങാട്. ഞങ്ങളുടെ ബ്രാഞ്ചുകൾ: ഗ്രാൻഡ് ഒപ്റ്റിക്കൽസ്, റെയിൽവേ സ്റ്റേഷൻ റോഡ്, കോട്ടച്ചേരി. ഗ്രാൻഡ് ഒപ്റ്റിക്കൽസ്, പരപ്പ. ഐ ട്രസ്റ്റ് ഒപ്റ്റിക്കൽസ്, മാണിക്കോട്. വാർത്തകൾ തുടരുന്നു. മരക്കാപ്പ് കടപ്പുറം ഗവൺമെന്റ് ഫിഷറീസ് ഹൈസ്കൂളിന് പുതുതായി കെട്ടിടം പണിയും. സ്ഥലം കണ്ടെത്തുന്നതിനുള്ള ഫണ്ടിനു വേണ്ടി വികസന സമിതി ബമ്പർ സമ്മാന പദ്ധതി നറുക്കെടുപ്പ് നടപ്പിലാക്കി. ഹോസ്റ്റൽ CI അജിത് കുമാർ ഉദ്ഘാടനം ചെയ്തു. മരക്കാപ്പ് കടപ്പുറം ഗവൺമെന്റ് ഫിഷറീസ് ഹൈസ്കൂളിന് പുതുതായി പണിയുന്ന കെട്ടിടത്തിനാവശ്യമായ സ്ഥലമെടുക്കുന്നതിനു വേണ്ടി വികസന സമിതിയുടെ ബമ്പർ സമ്മാന പദ്ധതിയുടെ നറുക്കെടുപ്പ് സ്കൂളിൽ വെച്ച് നടന്നു. ഹോസ്റ്റൽ CI അജിത് കുമാർ ഭാഗ്യശാലികളെ തെരഞ്ഞെടുത്തു. ഇതിന്റെ ഗുണം എന്ന് പറയുന്നത് ഇവിടെയുള്ള കുട്ടികളാണ് ഇതിന്റെ ഗുണം അനുഭവിക്കാൻ പോകുന്നത്. കുട്ടികളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ അവകാശങ്ങളെ കുറിച്ച് മാത്രം സംസാരിക്കരുത്, നിങ്ങളുടെ കടമകളും കർത്തവ്യങ്ങളെയും കുറിച്ച് നിങ്ങൾക്ക് ബോധമുണ്ടാവണം. നിങ്ങൾ ഈ രാജ്യത്തിന്റെ സമ്പത്താണ്. നിങ്ങൾ വളർന്നു വരുമ്പോൾ നിങ്ങളുടെ കടമയും കർത്തവ്യവും നിങ്ങൾ നോക്കേണ്ടിയിരിക്കുന്നു. നിങ്ങളുടെ ഉയർച്ചയ്ക്ക് വേണ്ടി ഇവിടെയുള്ള നാട്ടുകാർ അവർ ഒത്തൊരുമിച്ച് പ്രവർത്തിച്ച് വലിയൊരു സംരംഭം വിജയിപ്പിച്ചെടുത്ത് നിങ്ങൾക്ക് നല്ല സൗകര്യം ഉണ്ടാക്കി തരുമ്പോൾ അത് വേണ്ട രീതിയിൽ ഉപയോഗിക്കാൻ നിങ്ങൾക്ക് സാധിക്കണം. ഒന്നാം സമ്മാനമായി വികസന സമിതി സ്പോൺസർ ചെയ്ത TVS ജൂപ്പിറ്റർ സ്കൂട്ടറും, രണ്ടാം സമ്മാനമായി കേരള ജ്വല്ലേഴ്സ് നീലേശ്വരം സ്പോൺസർ ചെയ്ത LED TVയും, മൂന്നാം സമ്മാനമായി ഓഷ്യൻ ഫിഷ് കാഞ്ഞങ്ങാട് സ്പോൺസർ ചെയ്ത മിക്സിയുമാണ് നൽകിയത്. ചടങ്ങിൽ പബ്ലിസിറ്റി ചെയർമാൻ മഹമ്മൂദ് കോട്ടായി സ്വാഗതവും വാർഡ് കൗൺസിലറും സംഘാടക സമിതി ചെയർമാനുമായ KK ബാബു അധ്യക്ഷതയും വഹിച്ചു.
പബ്ലിസിറ്റി ജനറൽ കൺവീനർ ശരത് മരക്കാപ്പ് നന്ദിയും പറഞ്ഞു. വികസന സമിതി ചെയർമാൻ മുഹമ്മദ് കുഞ്ഞി മാസ്റ്റർ, വികസന സമിതി ഭാരവാഹികളായ അസീസ് ഹാജി, വെങ്ങാട്ട് കുഞ്ഞിരാമൻ, MT ബാലൻ, മുഹമ്മദ് കുഞ്ഞി, ഹനീഫ തൈക്കടപ്പുറം, ഷാനിദ് സിയാറത്തിങ്കര, PTA പ്രസിഡന്റ് അനിൽ പള്ളിക്കണ്ടം, SMC ചെയർമാൻ പ്രദീപൻ, PTA വൈസ് പ്രസിഡന്റ് ഷാഫി സിയാറത്തിങ്കര, പ്രശാന്തൻ TV, മദർ PTA പ്രസിഡന്റ് വിനീത, വൈസ് പ്രസിഡന്റ് ലത, റസിയ, നികേഷ് മാസ്റ്റർ, സതീശൻ മാസ്റ്റർ, പുഷ്പരാജൻ മാസ്റ്റർ, പൂർവ്വ വിദ്യാർത്ഥി NH രജീഷ് തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. ടി ഭാസ്കര പണിക്കർ ഫൗണ്ടേഷന്റെ ആഭിമുഖ്യത്തിൽ കാസർഗോഡ് PT ഭാസ്കര പണിക്കർ അനുസ്മരണം സംഘടിപ്പിച്ചു. CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ഉദ്ഘാടനം ചെയ്തു. PT ഭാസ്കര പണിക്കർ ഫൗണ്ടേഷന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച PT ഭാസ്കര പണിക്കർ അനുസ്മരണം CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ഉദ്ഘാടനം ചെയ്തു. സൂത്രശാലിയായ കുറുക്കനാണ് നരേന്ദ്രമോദി എന്നും കേരളത്തോട് കാണിച്ച കൊടും വഞ്ചന മറക്കാൻ പറ്റില്ലെന്നും ബിനോയ് വിശ്വം പറഞ്ഞു. ആ കഥയിലെ വില്ലൻ അല്ലെങ്കിൽ നായകൻ ഒരു കുറുക്കനാണ്. ആ കുറുക്കൻ ഒരിക്കലൊരു കൊക്കിനെ വിരുന്നിന് വിളിച്ചു സ്വന്തം വീട്ടിലേക്ക്. കൊക്കൻ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഞണ്ടിൻ്റെ സൂപ്പാണത്രേ. ആ സൂപ്പൊക്കെ ഉണ്ടാക്കി വിരുന്നിന് വിളിച്ചു. കൊക്ക് ക്ഷണം സ്വീകരിച്ച് വന്നു. പുറത്തേക്ക് ഇങ്ങനെ മണം വരുന്നുണ്ട്, സൂപ്പിൻ്റെ മണം. കൊക്കിൻ്റെ വായിൽ വെള്ളം മൂടി. കഴിക്കാൻ പിടിച്ചപ്പോഴത്തേക്കും വന്നിരുന്നപ്പോഴത്തേക്കും എന്താ, പരന്നൊരു പാത്രത്തിൽ നിറയെ സൂപ്പ്. നീണ്ട കൊക്ക് കൊണ്ട് കൊക്കിന് അതുകൊണ്ട് ഒരു തുള്ളി പോലും കുടിക്കാൻ പറ്റിയില്ല. ആ കുറുക്കനാണ് BJP ഗവൺമെൻറ്. പ്രഖ്യാപിച്ചു ആ ദുരന്തം ഈ 154 ദിവസം പ്രഖ്യാപിച്ചു. അത് ദുരന്തം തന്നെയാണ്, വെറും ദുരന്തമല്ല, അത് തീവ്ര ദുരന്തമാണ്. ഓഫ് സിവിയർ നേച്ചറാണത്. അതൊക്കെ പറഞ്ഞു തരണം, പക്ഷെ ഫലമില്ല. അനുസ്മരണ സമ്മേളനത്തിൽ ഫൗണ്ടേഷൻ ചെയർമാൻ പന്ന്യൻ രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. CPI സംസ്ഥാന സെക്രട്ടറിയും സംഘാടക സമിതി ചെയർമാനുമായ E ചന്ദ്രശേഖരൻ MLA, നാരായണൻ പേരിയ, ഫൗണ്ടേഷൻ ജനറൽ സെക്രട്ടറി KP സുരേഷ് രാജ് എന്നിവർ സംസാരിച്ചു. CPI സംസ്ഥാന കൗൺസിൽ അംഗങ്ങളായ ഗോവിന്ദൻ പള്ളിക്കാപ്പിൽ, G കൃഷ്ണൻ, ജില്ലാ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ KV കൃഷ്ണൻ, KS കുര്യാക്കോസ്, P ഭാർഗവി, M കുമാരൻ, വീർ സുരേഷ് ബാബു, സംഘാടക സമിതി കൺവീനർ CPI ജില്ലാ സെക്രട്ടറി CP ബാബു, ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി V രാജൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കേളുകുട്ടെ അയ്യപ്പ ഭജന മന്ദിരം 41ാമത് വാർഷികവും പുനഃപ്രതിഷ്ഠാ മഹോത്സവവും കാസർഗോഡിനെ ഭക്തി നിർഭരമാക്കുന്നു. ഉത്സവത്തിന്റെ ഭാഗമായുള്ള നൂതന രജത രേഖാഫലക ഘോഷയാത്ര ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ നടന്നു. വെള്ളിയാഴ്ചയാണ് പ്രതിഷ്ഠാ ചടങ്ങ്. 41ാമത് കേളുകുട്ടെ അയ്യപ്പ ഭജന മന്ദിരം വാർഷിക പുനഃപ്രതിഷ്ഠാ മഹോത്സവത്തിന്റെ ഭാഗമായി നൂതന രജത രേഖാഫലക ഘോഷയാത്ര നടന്നു. കാസർഗോഡ് മല്ലികാർജുന ക്ഷേത്ര പരിസരത്ത് നിന്നും ആരംഭിച്ച ഘോഷയാത്ര കേളുകുട്ടെ അയ്യപ്പ ഭജന മന്ദിരത്തിൽ സമാപിച്ചു. ഘോഷയാത്രയിൽ നിരവധി ഭക്തർ അണിനിരന്നു. നൂതന രജത രേഖാഫലക പ്രതിഷ്ഠ വെള്ളിയാഴ്ച നടക്കും. 5 ദിവസം നീണ്ടു നിൽക്കുന്ന വാർഷിക പുനഃപ്രതിഷ്ഠാ മഹോത്സവം ശനിയാഴ്ച സമാപിക്കും. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാഞ്ഞങ്ങാട് ഇമാനുവൽ സിൽക്സ് ഷോപ്പിംഗ് ഫെസ്റ്റിവലിന്റെ ഭാഗമായി ഒരുക്കിയ ലക്കി ഡ്രോ വിജയിക്ക് ഡയമണ്ട് നെക്ലേസ് സമ്മാനമായി നൽകി. കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർപേഴ്സൺ KV സുജാതയിൽ നിന്നും ഒടയംചാൽ സ്വദേശിനി രാജേശ്വരി സമ്മാനം സ്വീകരിച്ചു.
കേരളത്തിലെ പ്രമുഖ ടെക്സ്റ്റൈൽ ഗ്രൂപ്പായ ഇമാനുവൽ സിൽക്സ് കാഞ്ഞങ്ങാട് ഷോപ്പിംഗ് ഫെസ്റ്റിവലിന്റെ ഭാഗമായുള്ള ലക്കി ഡ്രോയിലെ വിജയിക്ക് ഡയമണ്ട് നെക്ലേസ് സമ്മാനമായി കൈമാറി. ഏറ്റവും പുതിയ വസ്ത്രങ്ങളുടെ ഫാഷൻ കലവറയാണ് ഇമാനുവൽ സിൽക്സിൽ ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിരിക്കുന്നത്. കൂടാതെ വമ്പിച്ച ഓഫറുകളും ഒരുക്കിയിട്ടുണ്ട്. വെഡ്ഡിംഗ് വൈബ്സിന്റെ ഭാഗമായി ദിവസേന നറുക്കെടുപ്പിലൂടെ സമ്മാനങ്ങൾ, ആഴ്ചതോറും നറുക്കെടുപ്പിലൂടെ TV, മിക്സർ ഗ്രൈൻഡർ, വാഷിംഗ് മെഷീൻ തുടങ്ങിയവയും നൽകുന്നു. മാസത്തിൽ നറുക്കെടുപ്പിലൂടെ വെഡ്ഡിംഗ് പർച്ചേസ് ഫ്രീയായി നൽകുന്ന ഓഫറുകളും ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിട്ടുണ്ട്. ഷോറൂമിൽ നടന്ന ചടങ്ങിൽ വിജയിയായ ഒടിയഞ്ചാൽ സ്വദേശിനി രാജേശ്വരിക്ക് കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർപേഴ്സൺ KV സുജാത ഡയമണ്ട് നെക്ലേസ് കൈമാറി. എല്ലാ വർഷവും വിവിധ ആഘോഷവേളകളിൽ ആകർഷകമായ സമ്മാനങ്ങളുമായിട്ടാണ് ഇമാനുവൽ സിൽക്സ് ജനങ്ങളെ വരവേൽക്കാറുള്ളത്. ഇത്തവണയും ഓണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടത്തിയിട്ടുള്ള ഷോപ്പിംഗ് ഫെസ്റ്റിവലിൽ ഡയമണ്ട് നെക്ലേസ് ആയിരുന്നു സമ്മാനം. ഞാനും സാധനം കളിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ കൂപ്പിളിടാൻ കൂപ്പിളിടെ വീട്ടിൽ കൊണ്ട് വെച്ച് ഉണ്ടായിട്ട് നോക്കിയപ്പോൾ എൻ്റെ ഡേറ്റ് ചെയ്തു. അപ്പൊ എൻ്റെ ഇന്ത്യയിൽ വേറെ ആൾക്ക് സമ്മാനം കൊടുക്കേണ്ടി വരികയായിരുന്നില്ല. അപ്പൊ എന്തായാലും ഒരു വർഷത്തെ രാജേശ്വരിക്ക് ഒരു ഡയമണ്ട് നെക്ലേസ് ആണ് സമ്മാനമായിട്ട് ലഭിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പൊ ഇനിയും ഒരുപാട് കാലം ഒരുപാട് ആളുകളിലേക്ക് എത്താനും അവരുടെ സന്തോഷങ്ങളിൽ പങ്കുചേരാനും ഇമാനുവൽ സിൽക്സിന് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. ചടങ്ങിൽ CEO TO ബൈജു, CP ഫൈസൽ, TP സക്കറിയ, മുത്തൽ നാരായണൻ, ഷോറൂം മാനേജർ T സന്തോഷ് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കാസർഗോഡ് ജനറൽ ആശുപത്രി ഇനി മെഡിക്കൽ കോളേജ്. ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രി എന്ന് മാറ്റി സർക്കാർ ഉത്തരവ്. ഭിന്നിപ്പ് കൊണ്ട് നാം എന്ത് നേടിയെന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചിന്തിക്കേണ്ട സമയമായെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. രാവണേശ്വരം P കൃഷ്ണപിള്ള മന്ദിരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. IMA കാഞ്ഞങ്ങാടിന്റെ ആഭിമുഖ്യത്തിൽ ക്രിസ്മസ് പുതുവത്സരാഘോഷം സംഘടിപ്പിച്ചു. വിവിധ കലാപരിപാടികളും അരങ്ങേറി. എരുമക്കുളത്ത് കാർ നിയന്ത്രണം വിട്ട് മതിലിൽ ഇടിച്ച് യുവാവ് മരിച്ചു. പണാംകോട് കോടോത്ത് സ്വദേശി B ഷഫീഖാണ് മരിച്ചത്. കാസർഗോഡ് CPCRIയിൽ സംഘടിപ്പിക്കുന്ന സെമിനാറിന് വെള്ളിയാഴ്ച തുടക്കമാവും. ഒരുക്കങ്ങൾ പൂർത്തിയായി. കാഞ്ഞങ്ങാട് പ്രസ് ഫോറം പുതുവത്സരാഘോഷം സംഘടിപ്പിച്ചു. ഹോസ്റ്റബ് CI അജിത് കുമാർ ഉദ്ഘാടനം ചെയ്തു. വടക്കേ കോളയത്ത് കുടുംബ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ മഹാകുടുംബ സംഗമം ജനുവരി 4-ന് പടന്ന ഫിഷ് കൗണ്ടിൽ നടക്കും. രാജ്മോഹൻ ഉണ്ണിത്താൻ MP ഉദ്ഘാടനം ചെയ്യും. JCI കാഞ്ഞങ്ങാടിന്റെ പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണ ചടങ്ങ് വ്യാഴാഴ്ച നടക്കും. ആനന്ദാശ്രമം ലയൺസ് ക്ലബ് ഓഡിറ്റോറിയത്തിലാണ് പരിപാടി. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.